Hi everyone, welcome to module 2 setting up Google Ad account. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കാണ് how to set up Google Ad account in the right way and second topic is familiarizing with Google Ad dashboard. അപ്പോൾ Google Ad account സെറ്റപ്പ് ചെയ്താൽ മാത്രം പോരാ, ഇതിൽ ഡാഷ്ബോർഡിൽ അതിലുള്ള പല ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. അതിൽ ടൂൾസ് ഉണ്ട്, ബില്ലിംഗ് സെറ്റപ്പ് ഉണ്ട്, അങ്ങനെയല്ല. അപ്പോൾ ഇതിനെ ഈ പറഞ്ഞ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക് 1, സെറ്റിംഗ് അപ്പ് ഗൂഗിൾ ആഡ് അക്കൗണ്ട്. സോ ഈ ഗൂഗിൾ ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വൺസ് എല്ലാം സ്ട്രിക്ട്ലി നമ്മൾ സെറ്റ് ചെയ്തതിന് മാത്രമാണ് നമുക്ക് ഗൂഗിൾ ആഡ് അക്കൗണ്ടിലുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ടൈം സോൺ, പേയ്മെന്റ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രിക്ട്ലി ശ്രദ്ധിച്ച് വേണം, കറക്റ്റ് ഗൈഡ് ലൈൻസിലൂടെ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു മൈ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് സീ how we are going to set up Google Ad account. Just ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ ചെന്നിട്ട് ഗൂഗിൾ ആഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ആഡ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് വരുന്ന റിസൾട്ട് തന്നെ എടുക്കുക, സൈൻ ഇൻ ടു ഗൂഗിൾ ആഡ്സ്. ഇതിൽ ഇപ്പോൾ അറ്റ് ദ ടോപ്പ് യു ക്യാൻ സീ ദാറ്റ് ഒരു 20,000 ഫ്രീ ആഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊമോഷണൽ ഓഫർ ഗൂഗിൾ റൺ ചെയ്യുന്നുണ്ട്. ഇത് ഫോർ ടൈം ബീങ് എനിക്കിപ്പോൾ അവൈലബിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. എന്നാലും ഡോൺ വെറി, നമ്മൾ ഈ ഓഫർ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ അക്കൗണ്ട് ക്രിയേഷൻ ടൈമിൽ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ രണ്ട് ഓപ്ഷനാണ് നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഒന്ന് സ്റ്റാർട്ട് നൗ അറ്റ് ദ ടോപ്പ് റൈറ്റ് ആൻഡ് സ്റ്റാർട്ട് നൗ അറ്റ് ദ ബോട്ടം. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യാം. സോ ഗൂഗിൾ ആഡ് അക്കൗണ്ട് സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐക്കൺ വരും. ആ ഒരു ഓൾറെഡി ഞാൻ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു പോപ്പപ്പ് വരുന്നില്ല. വൺ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഐ വിൽ ഷോ യു. സോ എനിക്ക് വൺസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡെമോ അക്കൗണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഐ ആം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് ഫ്രം മൈ ഡെമോ അക്കൗണ്ട്. അപ്പോൾ ഈ ഡെമോ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഞാൻ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അക്കൗണ്ട് ക്രിയേഷൻ പ്രോസസ് എല്ലാം സിമിലർ ആണ്. what you have to do is search on Google Ads. so you ടോപ്പ് വരുന്ന ഫസ്റ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ആഡിൻ്റെ. അതിൽ സ്റ്റാർട്ട് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ആവും. സോ സിമിലർ ആണ്. ഞാൻ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സോ സെയിം സിമിലർ പ്രോസസ്സിലോട്ട് വരും. സോ ദിസ് ഈസ് ദ പേജ് ദാറ്റ് യു ആർ ഗോയിങ് ടു സീ വൺസ് യു ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട് നൗ. സോ ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ക്യാമ്പയിൻ, അതാണ് കാണുന്നത് കേട്ടോ. ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ക്യാമ്പയിൻ. അപ്പോൾ ഈ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സാണ്. വളരെ ലിമിറ്റഡ് ഇൻഫർമേഷൻ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഗൂഗിൾ ആഡ് ബിസിനസ് ഇൻഫർമേഷൻ എന്നൊക്കെ ഈ ഒരു ഓപ്ഷനൊക്കെ ആഡ് ചെയ്ത് നമുക്ക് പോവാം. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ക്രിയേറ്റ് എ ക്യാമ്പയിൻ ഫസ്റ്റ്. നമുക്ക് ക്യാമ്പയിൻ പിന്നീട് ക്രിയേറ്റ് ചെയ്യാം. പണ്ട്, അതായത് കുറച്ച് നാൾക്ക് മുന്നേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. എങ്ങനെ നമുക്ക് ഒരു എക്സ്പേർട്ട് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഫോർ ദ ടൈം ബീങ് ഗൂഗിൾ ഹാസ് മെയ്ഡ് ഇറ്റ് ഈസിയർ. നമുക്ക് സ്കിപ്പ് ക്യാമ്പയിൻ ക്രിയേഷൻ എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ക്യാമ്പയിൻ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, നമുക്ക് സ്കിപ്പ് ക്യാമ്പയിൻ ക്രിയേഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ ഈ ഒരു പേജാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇത് അക്കൗണ്ട് ലെവൽ സെറ്റപ്പ് ആണ്. അപ്പോൾ ഗൂഗിൾ ആഡ് അക്കൗണ്ട് എപ്പോഴും ഒരു ഗൂഗിൾ ആഡ്സ് മാനേജറിന്റെ അണ്ടറിലായിരിക്കും. ആഡ്സ് മാനേജർ, ഗൂഗിൾ ആഡ്സ് മാനേജർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിഫറെൻറ്റ് ക്ലയൻസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ക്ലയൻസിനും ഓരോ ഗൂഗിൾ ആഡ് അക്കൗണ്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഓരോ അക്കൗണ്ട്സിനും, എല്ലാ ഗൂഗിൾ ആഡ് അക്കൗണ്ട്സിലും കയറാൻ വേണ്ടി നമുക്ക് ഒരൊറ്റ ഇമെയിൽ ID പോരെ. നമുക്ക് ഓരോ ആഡ്സ് മാനേജറിലും ഓരോ അക്കൗണ്ടും ലിങ്ക്ഡ് ആയിരിക്കും. ഇൻ കേസ് നമുക്ക് വേറൊരു ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീലാൻസർ ആണ് അല്ലെങ്കിൽ നമ്മളൊരു ഏജൻസി ആണ്, നമുക്ക് കുറേ ക്ലയൻസിൻ്റെ ഗൂഗിൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആഡ്സ് അക്കൗണ്ടിലോട്ട് ഒരു ആക്സസ് വേണം. അപ്പോൾ ആ ഒരു ആക്സസ് തന്നാലും നമുക്ക് ഈ ആഡ്സ് മാനേജറിൻ്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഈ പർട്ടിക്കുലർ ഈ ആഡ് അക്കൗണ്ടിലോട്ട് നമുക്ക് ആക്സസ് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ്സ് മാനേജറിൻ്റെ അണ്ടറിൽ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ലെവൽ സെറ്റപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കിക്കേ, ബില്ലിംഗ് കൺട്രി, പിന്നെ ടൈം സോൺ. അപ്പോൾ ടൈം സോൺ വൺസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടൈം സോൺ നമുക്ക് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ കാണേണ്ടത് ഇപ്പോൾ ബില്ലിംഗ് കൺട്രി ആണ് കിടക്കുന്നത്, ടൈം സോൺ ആണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ നിന്നാണോ ഇത് സെറ്റപ്പ് ക്രിയേഷൻ ചെയ്യുന്നത് അവിടുത്തെ ടൈം സോണും അവിടെ ബില്ലിംഗ് കൺട്രിയൊക്കെ നമുക്ക് വരും. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ സെറ്റിംഗ് ദിസ് അപ്പ് ആൻഡ് കറൻസി ഈസ് ഓൾസോ ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ്. ഇനി വാണ്ട് പേഴ്സണലൈസ് ക്യാമ്പയിൻ ഗൈഡൻസ് ഫ്രം ഗൂഗിൾ ആഡ്സ് എക്സ്പെർട്ട് ബൈ ഫോൺ. ഇതിൽ
യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ക്യാമ്പയിൻ സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ വരെ നിങ്ങൾക്ക് ക്യാമ്പയിന് വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് ആ ഒരു ഗൈഡൻസിന് വേണ്ടി എലിജിബിൾ ആവുകയാണെങ്കിൽ ഗൂഗിൾ ആഡ് സ്പെഷ്യലിസ്റ്റ് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് തരും. നിങ്ങൾ വേണ്ട നോ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, യെസ് കൊടുത്താൽ നിങ്ങൾക്ക് അവർ വിളിക്കാൻ വേണ്ടിയുള്ള ഒരു മൊബൈൽ നമ്പറും കൂടി കൊടുക്കണം. ഫോർ ടൈം ബീങ് ഐ ആം ക്ലിക്കിംഗ് നോ. ഇഫ് യു വാണ്ട് ടു ഗീവ് യെസ് ഇറ്റ്സ് ഓക്കെ, അത് ഓപ്ഷനിലാണ്. യെസ് കൊടുക്കുകയാണ്, നിങ്ങളൊരു ബിഗിനർ അല്ലേ, നിങ്ങൾ യെസ് കൊടുത്തിരിക്കും കേട്ടോ. സോ ഞാനിപ്പോൾ ഫോർ ടൈം ബീങ് ക്ലിക്കിംഗ് നോ. സോ ലെറ്റ്സ് സബ്മിറ്റ്. നെക്സ്റ്റ് പേജ് പോകുന്നത് കൺഗ്രാറ്റ്സ് യു ആർ ഡൺ. അപ്പോൾ ഈ ഒരു പേജ് വരുന്നതിന് മുന്നേ നമുക്ക് ഒരു പേജും കൂടി വരും, അതായത് അക്കൗണ്ടിലുള്ള ബിൽ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലോർ യുവർ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. സോ ഇൻ ബിറ്റ്വീൻ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് പലവർക്കും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് റൺ ചെയ്യുന്നതുണ്ടാവും, ചിലതിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് പേയ്മെന്റ് സെറ്റിംഗ്സ് ഒക്കെ കൊടുക്കുന്നതുണ്ടാവും. അപ്പോൾ ഓരോ അക്കൗണ്ടിനും ഓരോ പ്രോസസ്സാണ്. ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നതാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ എവിടെ നിന്നാണോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയാണോ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിരിക്കും ഈ അക്കൗണ്ട് സെറ്റപ്പ് പ്രോസസ്സൊക്കെ. അപ്പോൾ അതിനൊരു ചെറിയൊരു വ്യത്യാസം വരുത്താം. ഞാൻ ഒരു അക്കൗണ്ടും കൂടി ഒന്ന് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തത് ഞാൻ നോക്കാം. അപ്പോൾ ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടി കിട്ടും. കാര്യം അതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ക്രിയേറ്റ് ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ട്, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്, സ്കിപ്പ് ക്യാമ്പയിൻ ക്രിയേഷൻ. അത് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. നമുക്ക് ബില്ലിംഗ് കൺട്രി സെറ്റ് ചെയ്യുന്നു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ നിൽക്കുക. നമുക്ക് അക്കൗണ്ട് ആൻഡ് പേയ്മെന്റ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കൺഫേം യുവർ അക്കൗണ്ട് ആൻഡ് പേയ്മെന്റ് സെറ്റിംഗ്സ്. അപ്പോൾ നേരത്തെ പ്രോസസ്സിൽ നമുക്ക് അതൊരു സ്കിപ്പായി അല്ലേ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സെറ്റിംഗ് ആപ്പിൽ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. പാനിക് ആകണ്ട. വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് കോഴ്സ് ആൻഡ് ട്രൈ സെറ്റിംഗ് അപ്പ് ഓൺ യുവർ സെൽഫ്. ഫോർ എക്സാമ്പിൾ പേയ്മെന്റ് അല്ലെങ്കിൽ ബില്ലിംഗ് മോഡ്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ള ആഡ്സ് മാനേജർ അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ പ്രീവിയസ്ലി എടുത്ത ആ ഒരു അക്കൗണ്ട് ഡെമോ അക്കൗണ്ടിൽ കണ്ടിരുന്ന പേയ്മെന്റ് ആണ്, പേയ്മെന്റ് ഓപ്ഷൻ ആണ്. ഈ പേയ്മെന്റ് പ്രൊഫൈൽ ഇവിടെ നിങ്ങൾക്ക് വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ക്ലിക്ക് ഓൺ ദി ആഡ് ബട്ടൺ ആൻഡ് ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേയ്മെന്റ് പ്രൊഫൈൽ ഉണ്ടാവും. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓർഗനൈസേഷൻ പ്രൊഫൈൽ ടൈപ്പ് സെലക്ട് ചെയ്യുക, ഓർഗനൈസേഷൻ എന്ന്, പിന്നെ ഓർഗനൈസേഷൻ നെയിം, ലീഗൽ നെയിം ഒക്കെ കൊടുക്കുക. ഇനി ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യാം. അതായത് നിങ്ങളൊരു ഫ്രീലാൻസർ ആണ്, നിങ്ങൾ അതർ ക്ലയൻസിന് വേണ്ടി അഡ്വർടൈസ് ചെയ്യുകയാണ്. ഈ പേയ്മെന്റ് പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻവോയ്സ്. വൺസ് നിങ്ങൾ അക്കൗണ്ട് സെറ്റ് ചെയ്താലും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലീഗൽ നെയിം കൊടുക്കുക, സ്ട്രീറ്റ് അഡ്രസ്സ് കൊടുക്കുക, അഡ്രസ് ലെറ്റ്സ് സേ സിറ്റി കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഓരോ പ്ലേസിലനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റേറ്റ് കൊടുക്കുക, കേരള. ഓക്കെ, അപ്പോൾ പേയ്മെന്റ് സെറ്റിംഗ്സ് ചെയ്തു. പേയ്മെന്റ് സെറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്ന ഓപ്ഷനാണ് ആഡ് പേയ്മെന്റ് മെത്തേഡ്. അപ്പോൾ പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഓരോ രാജ്യത്തും ഓരോ കൺട്രിയിലും ഡിഫറെൻറ്റ് രീതിയാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നേരെ മറിച്ച് ചിലപ്പോൾ GCC കൺട്രീസ് അല്ല UAE അവിടെ നിന്നൊക്കെ ആക്സസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് വന്നെന്ന് വരില്ല. അതുകൂടാണ്ട് പേയ്മെന്റ് രണ്ട് രീതിയിലുണ്ട്, ഒന്ന് പ്രീപെയ്ഡും ഒന്ന് പോസ്റ്റ് പെയ്ഡും. അതായത് നിങ്ങൾ ആദ്യമേ പേയ്മെന്റ് ചെയ്തിടുക, എന്നിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പെയ്ഡ്, അതായത് മന്ത്ലി നിങ്ങൾക്ക് ഒരു ബിൽ ജനറേറ്റ് ചെയ്യും, നിങ്ങൾ ആഡ് ചെയ്ത കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ പേയ്മെന്റ് മെത്തേഡിൽ നിങ്ങൾക്ക് വൺസ് നിങ്ങൾ അക്കൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പ്രീപെയ്ഡ് ആണോ പോസ്റ്റ് പെയ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും. വൺസ് നിങ്ങൾ വലിയൊരു രീതിയിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ് ക്രെഡിറ്റ് വരെയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് അതിനുവേണ്ടി എലിജിബിൾ ആണ്. കുറേ നല്ലൊരു ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആകുന്നത്. ഫോർ ടൈം ബീങ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഈസ് ഞാൻ ആഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വരുന്നതാണ് പേയ്മെന്റ് സെറ്റിംഗ്സ്. അപ്പോൾ പേയ്മെന്റ് സെറ്റിംഗ്സിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഇനീഷ്യലി വരുന്നത് ആഡ് മാനുവൽ പേയ്മെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും വരും. അതുകൂടാണ്ട് നമ്മൾ ഗൂഗിൾ ആഡ് അക്കൗണ്ടിന്റെ ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ വരും. അപ്പോൾ ഈ 3 ഓപ്ഷൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് പ്രൊഫൈൽ ആഡ് ചെയ്യുക, നിങ്ങൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ നെയിം സെലക്ട് ചെയ്യുക. ഇനി അതിനുശേഷം പേയ്മെന്റ് പ്രൊഫൈൽ ആഡ് ചെയ്യുക, പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്യുക. പേയ്മെന്റ് മെത്തേഡ്
മെത്തേഡ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ പേയ്മെന്റ് സെറ്റിംഗ്സ് കൊടുക്കുക. പേയ്മെന്റ് സെറ്റിംഗ്സ് നോർമലി എല്ലാവർക്കും മാനുവൽ പേയ്മെന്റ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ നിന്നാണോ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ UAE അവിടുത്തെ കറൻസീസ്, അവിടുത്തെ കാർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കറൻസീസ് സെലക്ട് ചെയ്യുക, ടൈം സോൺ ഒക്കെ അവിടുത്തെ സെലക്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ആഡ് ആ ഒരു പർട്ടിക്കുലർ ടൈം സോൺ അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വാണ്ട് പേഴ്സണലൈസ് ക്യാമ്പയിൻ ഗൈഡൻസ് ഫോർ ഗൂഗിൾ ആഡ്സ് എക്സ്പോർട്ട്. ഞാൻ ഇനീഷ്യലി നോ കൊടുത്തത് കൊണ്ടാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഞാൻ നോ തന്നെ കൊടുത്തു. ഇവിടെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ടു മേക്ക് എ പേയ്മെന്റ് വിത്ത് ദ പേയ്മെന്റ് മെത്തേഡ് ഐ ഹാവ് ചോസൺ. അതായത് RBI ഗൈഡ്ലൈൻസിന് പ്രകാരം നമുക്കൊരു ടെമ്പററി ഒരു മിനിമം പേയ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ഓൾ യു ഹാവ് ടു ഡു ഈസ്, ഇപ്പൊ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം പേയ്മെന്റ് 500 പറയുന്നത്. അപ്പോൾ ഒരു 500 rupees നിങ്ങൾ പേയ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ ഇനീഷ്യലി. സോ യു ഹാവ് ടു റെഡി വിത്ത് എ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. ഈ ഡെബിറ്റ് അല്ലെ ക്രെഡിറ്റ് കാർഡിന് ചിലപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ ഒക്കെ ഇനേബിൾ ചെയ്തിട്ടില്ലാത്ത കാർഡ്സുകൾ ഉണ്ടാവും. ആ കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് പോവില്ല. അപ്പോൾ അത് നിങ്ങൾ ഇനേബിൾ ചെയ്തതിന് ശേഷം ഏത് ഡെബിറ്റ് ആണോ ഏത് ക്രെഡിറ്റ് കാർഡാണോ യൂസ് ചെയ്യുന്നത് ആ ക്രെഡിറ്റ് കാർഡിനോ ഡെബിറ്റ് കാർഡിനോ ഈ ഒരു പർട്ടിക്കുലർ പേയ്മെന്റ് ഓപ്ഷൻ ഓൺലൈൻ ആണോ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൺസ് പേയ്മെന്റ് സക്സസ്ഫുൾ ആയാൽ നമുക്ക് ആഡ് അക്കൗണ്ടിൽ ബില്ലിങ്ങിൽ ആ ഒരു പേയ്മെന്റ് കാണാം. ഇത് നമ്മൾ കണ്ടിന്യൂ യു ആർ കംപ്ലീറ്റ് സെറ്റപ്പ് എന്നുള്ള ഒരു പേജിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, പേയ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ യു ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് പേയ്മെന്റ് ആൻഡ് ദിസ് ഈസ് ഹൗ ദ പേജ് വിൽ ലുക്ക് ലൈക്ക് വൺസ് ദ ആഡ് അക്കൗണ്ട് ഈസ് കംപ്ലീറ്റ്. Okay, so this is how the account will look like when you complete the payment setup. And when you make a payment, നമുക്കൊരു കംപ്ലീറ്റ് ഒരു പേയ്മെന്റ് ഗൂഗിൾ ആഡ് അക്കൗണ്ട് സെറ്റപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാലും പേയ്മെന്റ് പോയോ ഇല്ലയോ, ഈ അക്കൗണ്ടിൽ എവിടെയാണ് കാണുന്നത് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ബില്ലിങ്ങിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പേയ്മെന്റ് സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്, എത്രയാണ് സ്പെൻഡ് ചെയ്തേക്കുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാൻ ഡെമോ അക്കൗണ്ടിന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഡ് മാനുവൽ പേയ്മെന്റ് ഞാൻ പേയ്മെന്റ് മെത്തേഡിൽ കാർഡ് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ എമൗണ്ട് എല്ലാം കിടപ്പുണ്ട് കണ്ടോ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് വെൻ വി കംപ്ലീറ്റ് ദ പേയ്മെന്റ് സെറ്റപ്പ്. നമുക്ക് ബില്ലിങ്ങിൽ ചെന്ന് ബില്ലിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ബില്ലിംഗ് സെലക്ട് ചെയ്തു. ബില്ലിങ്ങിൽ നിന്ന് നമുക്ക് ബില്ലിംഗ് ആക്ടിവിറ്റി അല്ലെ പേയ്മെന്റ് മെത്തേഡ് ബില്ലിംഗ് സമ്മറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. സംടൈംസ് ഇറ്റ് ടേക്സ് ടൈം ടു ഈ നമ്മൾ ഡെബിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയ എമൗണ്ട് നമുക്ക് വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു ചെറിയൊരു ടൈം എടുക്കാറുണ്ട്. അത് കുഴപ്പമില്ല. വൺസ് ദ എമൗണ്ട് ഈസ് ആഡഡ് യു ക്യാൻ സ്റ്റാർട്ട് ദ ക്യാമ്പയിൻ. നൗ വി ഹാവ് ലേൺ ഹൗ ടു സെറ്റപ്പ് എ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ദി റൈറ്റ് വേ. ഇപ്പോൾ പേയ്മെന്റ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ടൈം സോൺ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വി ഹാവ് ടു മേക്ക് എ പേയ്മെന്റ് ഓഫ് സ്മോൾ എമൗണ്ട്. ഡിഫറെന്റ് കൺട്രീസിലും ഈ ബേസിക് എമൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുത്തെ ബേസിക് എമൗണ്ട് വെച്ച് നിങ്ങൾ പേയ്മെന്റ് സെറ്റ് ചെയ്യണം. വൺസ് യു കംപ്ലീറ്റ് ദ സെറ്റപ്പ് യു ക്യാൻ എക്സ്പ്ലോർ ത്രൂ ദി ഡാഷ്ബോർഡ്സ്. So in the next topic we are going to learn about familiarizing the dashboards in Google Ad account. So let's see on the next video.